ഇന്ന് നമുക്ക് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പച്ചച്ചീരയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് നമുക്കൊന്ന് തോരൻ വയ്ക്കാം. ചീര തോരൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എല്ലാവരും ചെയ്യുന്നതാണ്, ചീര തോരനൊക്കെ ഉണ്ടാക്കുന്നതാണല്ലേ. എങ്കിലും ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ചീരത്തോരൻ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടാലോ, ചിലപ്പോൾ ഒരാൾക്കെങ്കിലും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീര അരിഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുകിട്ടു. കടുക് പൊട്ടിയിട്ട് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കറിവേപ്പിലയോ വറ്റൽമുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് എൻ്റെ കൈവശം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇടാഞ്ഞതാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യണേ. അപ്പോൾ അതേ ചീരയില അരിഞ്ഞതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അതിൻ്റെ അനൗൺസ്മെൻറ്റ് കയറി വരുന്നുണ്ട്. സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ഇലകളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറു തീയിലൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചീരയിലെല്ലാം നന്നായിട്ടൊന്ന് വാടി വരും കേട്ടോ. ഒരുപാടൊന്നും വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചീരത്തോരൻ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതേ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം. തേങ്ങ, ചെറിയ ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടിയും, ഒരു ചെറിയ കഷ്ണം ഉള്ളി, 2 കറിവേപ്പില ഉണ്ടെങ്കിൽ അത്രയും കൂടെ ഇട്ടിട്ടാണ് ചതച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം ചതച്ച് അതിലേക്ക് ചേർത്തിട്ട് അതുപോലെ തന്നെ ചെറുതീയിലൊന്ന് അടച്ചു വയ്ക്കണേ. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചീരത്തോരൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവരും ചെയ്യും, എന്നാലും ഞാനൊന്ന് പറഞ്ഞാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ ചീരയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ചീരയൊക്കെ കിട്ടുമല്ലോ. ചീരത്തോരൻ നമ്മുടെ ചുവന്ന ചീരയാണെങ്കിലും പച്ചച്ചീരയാണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എപ്പോഴും കിട്ടാറുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആശാസ് കിച്ചൻ എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക്